ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓണം കളക്ഷൻസിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലാണ്. കാരണം ഞാൻ ഇന്ന് ചെയ്തത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. 2.5 വയസ്സാണ് ആൾക്ക്. അപ്പോൾ നോർമലി ആൺകുട്ടികളുടെ അമ്മമാർ കൂടുതലും അവർക്ക് വേണ്ടി ചെയ്യുമെന്ന് സംശയമാണ്, കുറവാണ്. അപ്പോൾ ഞാൻ അവന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഓണത്തിന് അവനൊരു ധോത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധോത്തിയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സാധാരണ ഒരു സാൻഡൂൺ ഫാബ്രിക് വെച്ചിട്ട് ബാലൻസ് വരണ ഈ ചുരിദാറൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ബാലൻസ് വരണ ഒരു ബോട്ടത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓണത്തിന് ഞാൻ മേടിച്ച ഒരു കസവിൻ്റെ ബാലൻസ് ഒരു ചെറിയൊരു പട്ടി പോലെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്താൽ ഒരു കുഞ്ഞു ധോത്തിയാണ്. 2.5 വയസ്സുകാരൻ്റെ അളവിലാണ് ഞാൻ ചെയ്തത്. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ബുദ്ധിമുട്ടെന്നല്ല, ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് ധോത്തിയുടെ വീഡിയോ കാണാം. സാൻഡൂൺ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഇതിനെടുത്തത്. അതൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പക്ഷെ 1.5 മീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 3/4 മീറ്ററൊക്കെ മതിയാവും കേട്ടോ. അതിനുശേഷം ബാലൻസ് വന്നാണ്, ഓണത്തിന് വന്നാണ് ഒരു ബോർഡറാണ് കട്ട് ചെയ്തെടുത്തേണ്ടത്. ശേഷം നന്നായി അയൺ ചെയ്തെടുക്കുക. ശേഷം 22 ഇഞ്ചാണ് എനിക്ക് അവൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ 2 ഇഞ്ച് ബാൻഡ് വരും. അപ്പോൾ 20 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട്, അതായത് വയറിൻ്റെ ഭാഗത്ത് വരുന്നത് 20 ഇഞ്ചാണ്. ആ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകുതി 10 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 10 ഇഞ്ച് കൂടി, അതായത് 20ൻ്റെ പകുതി, നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു പകുതി എത്രയാണോ മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടല് വേസ്റ്റ് റൗണ്ട് 30 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. 2 ഇഞ്ച് ബാൻഡ് വരും. ശേഷം അത് മുകളിൽ നമ്മൾ അത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫോൾഡ് ചെയ്തിട്ട് ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേണത്. അതിനുശേഷം വീഡിയോയിൽ കാണണ പോലെ ആ 20 ഇഞ്ചിലോട്ട് ആ 10 ഇഞ്ചിൻ്റെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കാം. ശേഷം മുകളിൽ നിന്ന് നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ക്രോച്ച് ലെങ്ത് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴത്തോട്ട്, അതായത് ആ സെൻറ്റർ ഫോൾഡ് ചെയ്താണ് ആ ഭാഗത്താണ് 7 ഇഞ്ച്. അതിനുശേഷം ലെഫ്റ്റും റൈറ്റും നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു ചതുരം പോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇത് ക്രോച്ച് ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. സാധാരണ നോർമൽ ബോട്ടത്തിന് വരുന്ന ആ ഒരു ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 30 ഇഞ്ചിൻ്റെ ഒരു മാർക്കിങ് വരുന്നുണ്ടല്ലോ, അവിടെ ഒരു 2.5 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ആ വരച്ചേണ ആ ഒരു ക്രോച്ച് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ക്രോച്ച് ഇപ്പോൾ നോർമൽ ബോട്ടത്തിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് ക്രോച്ചാണ് വരിക. ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ വരുന്നത്. സെൻറ്ററിൽ നമ്മൾക്കൊരു ജോയിനിങ് വരുന്നുണ്ട് ഇതിന്. അതുപോലെ അപ്പോൾ സൈഡിലും ഇതുപോലെ ഹാഫ് ക്രോച്ച് വരും, സെൻറ്ററിൽ 2 പീസിലും ഇതുപോലെ വരും. ശേഷം നമ്മൾ മാറ്റി വെച്ചാണ് ആ ഒരു ബോർഡർ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോർഡറാണ് ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യണത്. അത് നല്ല വശത്ത് ബോട്ടത്തിൻ്റെ ആ ഒരു അടിഭാഗത്താണ് നമ്മൾ ഇതുപോലെ വരണം. അതായത് ആ ക്രോച്ചിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് വന്നതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ആദ്യമേ തന്നെ നമ്മളുടെ മെറ്റീരിയലിൻ്റെ അടിഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് 1 ഫോൾഡിൽ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ആ ഒരു പീസ് വെക്കുന്നതിൻ്റെ അടിഭാഗം. ശേഷം നമ്മളുടെ ആ ഒരു ഗോൾഡൻ ലേസ് നമ്മൾ ഇതുപോലെ ഒന്ന് 2 സൈഡും നമ്മളൊന്ന് മടക്കിയടിച്ചിട്ട് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ഈ ഒരു ധോത്തിയിൽ നമ്മൾ എപ്പോഴും അടിയിൽ ഒരു ലേസോ അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു ബോർഡർ കൊടുക്കണം നന്നായിരിക്കും. അപ്പോൾ ഇച്ചിരി കൺഫ്യൂഷനുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മാറിപ്പോവാതിരിക്കാനായിട്ട് ഈ ബോർഡർ ഉള്ളത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അടിയിൽ ബോർഡർ ഇല്ലാണ്ട് തയ്ക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ബോർഡർ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണവർക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ, അതായത് ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഇച്ചിരി കൺഫ്യൂഷൻസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ എപ്പോഴും ബോർഡർ കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ.
സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലെ ബോർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മെറ്റീരിയൽ ഒന്ന് നിവർത്തി വെക്കുക. എന്നാലാണ് നമുക്കത് കൃത്യത്തിൽ എവിടെയാണ് പ്ലീറ്റ് വരേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലത്തെ കർവ് വരുന്ന പോർഷനിലല്ല, ഹാഫ് കർവ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ്, അതായത് 10 ഇഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിലാണ് ഹാഫ് കർവ് വരുന്നത്. ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു റൗണ്ട് അവിടെ നമ്മൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലല്ല, ആ നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മളൊരു 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടെയാണ് ഈ പ്ലീറ്റ് വരുന്നത്. പ്ലീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രോച്ച് ലെങ്ത് വന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഈ 7 ഇഞ്ചിലായിരിക്കണം ആ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് കൃത്യത്തിൽ തന്നെ ആ ക്രോച്ചായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് പ്ലീറ്റുകളും തമ്മിൽ ഓപ്പോസിറ്റ് വെക്കുക. അതിനുശേഷം ഒരു പ്ലീറ്റിൻ്റെ ഒരു ക്രോച്ച് ലെങ്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തിരിച്ചിട്ട് ആ ഒരു ക്രോച്ചിൻ്റെ ഹാഫ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ ഇത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടിയും ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒരു ചെറിയൊരു എക്സ്ട്രാ പോർഷൻ വരേണ്ടത് ഇപ്പോൾ ഇതുപോലെ. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നേണ ബാലൻസ് ക്രോച്ച് ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഒന്നും കൂടി കാട്ടി തരുന്നുണ്ട്. നമ്മുടെ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. അപ്പം അടിയിലാണ് ഈ ഒരു ലേസ് വെച്ചാൽ പോർഷൻ വരുന്നത്. അപ്പം ഇതുപോലെയാണ് വരിക. അപ്പം ഇതുപോലെ തിരിച്ചിട്ട് ഉള്ളിക്കോടി എടുത്തിട്ട് വേണം ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീണ്ടും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ധോത്തിയുടെ ഒരു സൈഡ് ഏകദേശം ഫിനിഷ്ഡ് ആണ്. അപ്പോൾ ഇത് ഇതുപോലെ ആയിരിക്കും വരാം. സെൻറ്ററിൽ ഇവിടെ ഹാഫ് ഫിനിഷ്ഡ് അല്ലാത്തൊരു പീസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു ഭാഗം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം ചേർത്തിട്ട് ആ റൗണ്ട് ക്രോച്ച് വരണതുണ്ടല്ലോ, ഇങ്ങനെ വെക്കുക. അതിനുശേഷം അത് തിരിച്ചിടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലാണ് അതിൻ്റെ ഒരു ക്രോച്ചിൻ്റെ ഒരു റൗണ്ട് വന്നേണത്. അപ്പോൾ ആ റൗണ്ടായിട്ട് വേണം നമ്മൾ അതിനെ ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു പീസോട് കൂടിയിട്ട് വേണം നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചാണ് ആ ഒരു ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്രോച്ചിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ, ആ കർവ് ഉണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട്. അപ്പോൾ ഒരുമിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട്, ഇപ്പോൾ വീഡിയോയിൽ കാണണ പോലെ തന്നെ ഉള്ളിലോട്ടായിരിക്കണം അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. എന്നാലാണ് ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു റൗണ്ട്, അതായത് നോർമൽ ബോട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു റൗണ്ട് കിട്ടുമല്ലോ, ആ ഒരു ക്രോച്ച് ലെങ്ത്തുകൾ തമ്മിലുള്ളത്. ആ ഒരു ക്രോച്ച് ലെങ്ത്തുകൾ തമ്മിലുള്ള ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പം നമുക്കിപ്പോൾ ആ ഒരു പോർഷൻ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു ക്രോച്ച് റൗണ്ട് നമുക്ക് പ്ലീറ്റ് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഇതിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. നമുക്ക് കട്ടിങ് പെട്ടെന്ന് കഴിയും, പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കൃത്യത്തിൽ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വെക്കണ ആ ഒരു പോർഷൻസ് ക്രോച്ച് ലെങ്ത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ അത് കറക്റ്റിലായിട്ട് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ രണ്ട് പീസ് വരും. ആ ഒരു പീസാണ് നമ്മൾ സെൻറ്റർ പ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ലേസ് വെച്ചാണത്, ലേസല്ല ആ ഒരു കസവ് വെച്ച് കൊടുത്തേണ ആ ഒരു അടിഭാഗം ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ വേസ്റ്റിൻ്റെ പോർഷനിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇപ്പം കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ആ ഒരു കസവിൻ്റെ പോർഷൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം.
ശേഷം നമുക്ക് വേസ്റ്റ് ബാൻഡാണ് നമ്മൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് ആ ഒരു പോർഷൻ്റെ നമ്മൾ വേസ്റ്റ് ബാൻഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 33 ഇഞ്ചാണ് എനിക്ക് വന്നേണത്. ആ ഒരു 33 ഇഞ്ചിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അളവ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 33 ഇഞ്ച് കൃത്യം നിങ്ങൾക്ക് എത്രയാണോ വരുന്നത്, അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സീം അലവൻസ് അനുസരിച്ചിരിക്കും കേട്ടോ. എത്രത്തോളം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു റൗണ്ട് വരുന്നത്. ശേഷം 2 ഇഞ്ചിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചിൽ വേണം നമ്മൾ ആ ഒരു വിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ശേഷം 34 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ അത് കട്ട് ചെയ്യണം. കാരണം 34 എന്ന് പറയുന്നത് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും 2 ഇഞ്ച് വേണ്ടടുത്ത് 3.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അത് ഇലാസ്റ്റിക് വെക്കാനായിട്ട് സീം അലവൻസ് 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ഒരു റൗണ്ട് വരുന്നത്, വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുത്തേണ്ടത്. ശേഷം ആ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി ഒരു ബോട്ടം ചെയ്യണ പോലെ തന്നെ ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു പീസ് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലാസ്റ്റിക് നമുക്ക് ഉള്ളിലോട്ട് കയറ്റാനുള്ള ഒരു പീസ്, ഒരു ചെറിയൊരു ഹോള് നമ്മൾ അവിടെ വിടണം. ശേഷം നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു പോർഷനായിട്ട് ഈ ഒരു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കൃത്യത്തിൽ 33 ഇഞ്ച് തന്നെ മുകളിലത്തെ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനും നമ്മൾ താഴെ തയ്ച്ച് വെച്ചാണ് ആ ധോത്തിക്കും വന്നെങ്കിലാണ് അത് കൃത്യത്തിൽ തന്നെ വരുള്ളൂ. അഥവാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ട്, മുകളിൽ തയ്ച്ചാണ് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചിട്ട് ആ ജോയിൻ ചെയ്ത ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് കൂട്ടിയടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യത്തിൽ തന്നെ വരും കേട്ടോ. ശേഷം നമ്മളൊരു സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോട്ടം റെഡിയാണ്. അപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമുക്ക് ഓണത്തിനൊക്കെ ആൺകുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. അതിന് ശേഷവും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ധോത്തി ഫിനിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. നല്ല ക്യൂട്ടായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കമൻറ്റും കൂടി ചെയ്യണം മറക്കരുത്. താങ്ക്